എനിക്ക് നിന്നെ കാണണം ഋതു. കാണാം. എപ്പോ എപ്പോ ചോദിച്ചാലും ഇങ്ങനെ കാണാന്ന് പറയുന്നല്ലാതെ നിന്നെ ശരിക്കും കാണാനുള്ള യോഗം എനിക്ക് എന്താ തരാത്തെ? ചേട്ടാ, ഇത് തന്നെ എത്ര റിസ്ക് എടുത്താണ് വിളിക്കുന്നതെന്ന് എനിക്കേ അറിയൂ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ ചേട്ടനൊന്നും മനസ്സിലാക്കാത്തേ? എന്റെ സിറ്റുവേഷൻ നീ എന്താ മനസ്സിലാക്കാത്തെ? എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ? വീഡിയോ കോൾ കണ്ടല്ലോ. വീഡിയോ കോള് 2 മാസം പ്രേമിച്ചിട്ട് ആകെ 3 തവണയാണ് അങ്ങനെയെങ്കിലും കണ്ടത്. അതും മര്യാദയ്ക്കൊന്നും കണ്ടില്ല. ചേട്ടാ, എന്റെ സിറ്റുവേഷൻ എനിക്കൊന്നും അറിയണ്ട ഋതു. നീ നിന്നെ കണ്ടേ പറ്റൂ. വീഡിയോ കോൾ ഞാൻ വരാൻ നോക്കാം. വേണ്ട, എനിക്ക് നേരിട്ട് തന്നെ കാണണം. അങ്ങ് അബുദാബിയിലൊന്നും അല്ലല്ലോ വീട്, ഇവിടെ ആലമ്മൂടല്ലേ. എനിക്കൊന്നും അറിയണ്ട ഋതു, കണ്ടേ പറ്റൂ. ഒന്ന് സമാധാനപ്പെടേട്ടാ. അമ്മയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്നാലും ഞാൻ നോക്കാം. നോക്ക് നോക്കിയിട്ട് തന്നെ വിളിക്കേ, ഞാൻ വെക്കുക. നിനക്ക് വയ്യേടാ. ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളെ എങ്ങനെ പ്രേമിക്കുന്നത്? അവളെ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ കോളിൽ. നിനക്ക് അവളെ കാണിച്ചു തന്നിട്ടല്ലേ? ഇതാ ഋതു നന്ദ. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ മൊത്തത്തിൽ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തോന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? 5 ഫോട്ടോ, 20 ഫോളോവേഴ്സ്, 23 ഫോളോയിങ്, എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുണ്ട്. എടി, ഇത് അവിടെ ഒരു ഇൻട്രോവേർട്ട് ആയോണ്ടാ. നിന്നെ പോലെ കാണുന്ന എല്ലാവരും ചാടി കയറി ഫോളോ അൺഫോളോയും ചെയ്യുന്ന ഒരു വായി നോക്കിയ ടൈപ്പ് അല്ല അവള്. അവിടെ നമ്മളിപ്പോൾ വായി നോക്കും. സിദ്ധു, നീ എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നോ? പുറത്ത് ഡെലിവറിക്ക് ആള് നിൽക്കുന്നു. ഒന്ന് പോയി നോക്കട്ടെ അച്ഛാ. എന്താണ് ഓർഡർ ചെയ്യുന്നത് പോലും അറിഞ്ഞൂടാ. പോകുമ്പോൾ ആരെ പൈസ? എൻ്റെ പൈസ. വലിയച്ഛ അവൻ ചോദിക്കുമ്പോഴൊക്കെ പൈസ കൊടുക്കുന്നോണ്ടല്ലേ? അത് പിന്നെ നിനക്കും അറിയാന്നുള്ളതല്ലേ. നിന്റെ വല്യമ്മ പോകാൻ നേരം ഈ കൈ കിടന്നാണ് പറഞ്ഞത്, അവൻ ഒരു കുറവും വരുത്താതെ അവനെ നോക്കണോ. അതാലോചിക്കുമ്പോൾ ഞാൻ കൊടുത്തു. അല്ല, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മ കുറച്ച് ഉണ്ണിയപ്പം തന്നു കിട്ടും, അതുകൊണ്ട് വന്നെയാ. ഉണ്ണിയപ്പോ? എട്, എവിടെ? അടുക്കളയിൽ. അടുക്കളയല്ല. ഓ, എടി, അവളെ വിളിച്ചിരുന്നു, ഇന്ന് കാണാന്ന് പറഞ്ഞു. ഇന്നോ? വൈകുന്നേരം. അപ്പൊ നീ കാണാൻ പോവാണോ? പിന്നല്ലാതെ എത്ര കാലം ഒരു കാത്തിരിക്കണത്. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? ഹണി ട്രാപ്പ്. നിന്നെ അവള് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി ജ്യൂസിൽ എന്തെങ്കിലും തന്ന് കെട്ടിയിട്ട് പൈസ വാങ്ങാനുള്ള പരിപാടിയാണെങ്കിലോ? ഒന്ന് പോടി. ഞങ്ങള് പുറത്തു വെച്ചല്ലേ കാണുന്ന. അതിനിപ്പോ എന്ത്? പുറത്താണെങ്കിൽ നിന്നെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ വലിയ പാടല്ല. ഇനി എങ്ങനെയാണോ തന്നെ ഇരിക്കട്ടെ. ക്യാഷ്, കാർഡ്, ഗോൾഡ്, ബൈക്ക് ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലെങ്കിലോ ട്രാപ്പാക്കാൻ വരുന്നവർ ചമ്മിപ്പോവും. ക്യാഷ് അല്ല അവരുടെ ലക്ഷ്യമെങ്കിലോ? പേടിപ്പിക്കാതെ പട്ടി. എന്തായാലും ഞാൻ പോയിരിക്കും, കണ്ടിരിക്കും, കന്നത്തിൽ മൊത്തമിട്ടിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എങ്ങോട്ടാണ് ഇത്ര ആവേശത്തില്? ഒന്ന് പോച്ചാ. അവനേതോ പെണ്ണിനെ കാണാൻ പോകുന്ന. അതിനൊന്നും ഞാൻ എതിരല്ല. നിന്റെ ബാക്കിയുള്ള 5 സപ്ലി ഇല്ലേ, അത് നീ ഇത്തവണ എഴുതി എടുത്തില്ലെങ്കിൽ എന്റെ കുണം മാറും. പിതാജി, ഡോണ്ട് വറി, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്നേ. ഞാൻ പോട്ടെ. നിന്റെ ലാപ്പിന്റെ ചാർജർ എവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് പോ. ഒരു നല്ല കാര്യത്തിന് ഇങ്ങനെ ഇറങ്ങുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ. അതാ അവിടെ ടേബിളിന്റെ പുറത്തെന്തോ ഉണ്ട്, എടുത്തോ. വല്യച്ഛനാണ് അവനെ ഇങ്ങനെ തോന്നിയ പോലെ വിട്ടേക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്രാവശ്യം അവൻ സപ്ലി എഴുതിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛന്റെ കാലുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. അടുത്ത ചെക്കപ്പിന് എപ്പോഴാണ്? അടുത്ത ആഴ്ച. അവൻ്റെ അടുത്ത് പറയണം, പ്രായം ഒരുപാടായി, പഴയതുപോലെ ഓടിച്ചാടി നടന്നാൽ പണി കിട്ടും. വലിയച്ഛ, ഞാൻ അതല്ല പറയാൻ വന്നത്, സിദ്ധുവിന്റെ കാര്യം. സിദ്ധുവിന്റെ കാര്യത്തിൽ ആവശ്യമില്ല നീ എന്തിനാണ് ഇടപെടുന്നത്? അത് വലിയച്ഛ, ഞാൻ മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ഒന്നും വിചാരിക്കരുത്. നീ അവൻ്റെ കസിനൊക്കെ തന്നെയാണ്, എൻ്റെ അനിയൻ്റെ മോൾ. പക്ഷേ നീ എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി അവൻ്റെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഉദ്ദേശിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പിന്നെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നാളെ അവനൊരു നല്ല സംബന്ധം പോലും കിട്ടൂല. അതുകൊണ്ട് നീ ഇങ്ങനെ എപ്പോഴും ഇവിടെ കയറി ഇറങ്ങണമെന്നോ അവൻ്റെ കാര്യത്തിൽ ഇടപെടണമോ ഇല്ല. വല്യച്ഛന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല മോളെ, പക്ഷേ അവൻ്റെ ഭാവിയും കൂടെ എനിക്ക് നോക്കട്ടെ.
व्यक्ति है वह अब स्विच ऑफ है। The number you are calling ചേട്ടാ ഞാനാ ചേട്ടൻ്റെ ഋതു ഓട്ടം കേട്ടോ നീ ഇവിടെ പറഞ്ഞ ബേളോടൊക്കെ നോട്ടിരണം നിനക്ക് തന്നെ നടക്കണം ഒന്ന് വണ്ടി കയറണോ അത് നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ ആരാ നിനക്ക് വഴിയെ വന്നേ അപ്പം വാ വല്യച്ച 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 ഒന്ന് എഴുന്നേക്ക്. വല്യച്ച ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറയാം, പക്ഷെ ടെൻഷൻ ആവാതെ എൻ്റെ കൂടെ വരണം. സിദ്ധു സിദ്ധുവിനെ പോലീസ് ഓടിച്ചു. സൈബർ പോലീസ്. ഗോകുൽ കേസ് എന്താണെന്ന് മനസ്സിലായോ? ചെറുതൊന്നുമല്ല, പോക്സോയാ. 16 വയസ്സുള്ളൊരു പെങ്കൊച്ചുമായിട്ട് ഓൺലൈൻ പ്രേമം. ഓഫ്ലൈൻ ആവുന്നതിന് മുന്നേ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് വകുപ്പ് വേറെ ആയില്ല, ഇവിടെ നിന്ന്. അച്ഛാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. അവൾ എൻ്റെ അടുത്ത് 18 തികഞ്ഞെന്നായിരുന്നു അച്ഛാ പറഞ്ഞിരുന്നത്. ആദ്യം പറയുന്ന സത്യമാണ്. ആ കൊച്ചിൻ്റെ ചാറ്റൊക്കെ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായത്. പക്ഷെ റിയാലിറ്റിയിൽ ആ കുട്ടി ഇപ്പോഴും മൈനറാണ്. അതൊന്നും അറിയാതെ ഓരോരുത്തങ്ങൾ ചാടിപ്പുറപ്പെട്ട് പോയേക്കും പ്രേമിക്കാൻ, ബാക്കിയുള്ളവന് പണിയുണ്ടാക്കാൻ. ആ പെങ്കുച്ചിൻ്റെ അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെല്ലാവരും കാര്യം അറിയത്തുള്ളായിരുന്നു. അവൾ ഇൻസ്റ്റയിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ അച്ഛനെ കാണിച്ചു കൊടുക്കടാ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കോലം, മുഴുവൻ ഫിൽറ്റർ. വീഡിയോ കോളിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോടാ. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ആ കൊച്ചിന് ഇവനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമമൊക്കെയാണ്. പക്ഷെ അത് നടത്തിയെടുക്കാൻ കുറച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞു. അതിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. തെറ്റ് ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം അതിൻ്റെത്. പക്ഷെ ഈ പ്രേമരോഗിക്കോ തെറ്റെന്തോ ശരിയെന്തോ പ്രായം ഏതാന്ന് നോക്കാതെ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നവനൊക്കെ. എന്തിനാണ് മേഡം അവനെ മാത്രം തെറ്റുകാരനാക്കുന്നത്? അവന്റെ മനസ്സിന് നല്ലതുകൊണ്ട് അവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചു. കള്ളം പറഞ്ഞതും പറ്റിച്ചതും അവള്, പഴി മൊത്തം എന്റെ കൊച്ചിന്. നീ ധൈര്യമായിട്ടിരിക്കട, ഒരു കുഴപ്പമില്ല. ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും. അല്ലെങ്കിൽ അവളെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളേക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്ന തന്തയും തള്ളയും പറഞ്ഞാൽ മതിയല്ലോ. എന്നാ ആദ്യം പറയേണ്ട നിങ്ങളെയാ. ഇങ്ങനെയാണോടോ മോനെ വളർത്തുന്നത്? ചേടാ, മാഡം ഫെമിനിസ്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെ ന്യായത്തിന്റെ പക്ഷത്തേക്കാൻ എനിക്കൊരു ലേബലിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ തനിക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ താൻ അങ്ങനെ വിളിച്ചോ. ഗോകുൽ, ആ കുട്ടിയും കൊണ്ടോ. താനിങ് പാടോ. ഇങ്ങോട്ടേക്ക്. താനല്ലേ ഋതുവിന്റെ അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞതോ? എവളോ? നിനക്ക് എങ്ങനെ തോന്നിയടി? അത് വല്യച്ച ഞാൻ മേലെ എന്നെ എങ്ങനെ വിളിച്ചു പോരും? ഡോ താ ഒരു പൊടിക്ക് അടങ്ങ്. അവള് പറയട്ടെ, നീ പറ. ഇവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവനെ ലാപ്ടോപ്പ് എടുത്ത് ഞാൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഫോട്ടോസ് കണ്ടു. പല പല പെൺകുട്ടികളുടെ പ്രൈവറ്റ് ഫോട്ടോസും ചാറ്റ്സും ഒക്കെ സ്ക്രീൻഷോട്ട്സ് കണ്ടു. ഒരുപാട് പെൺപിള്ളേരെ ഇവനിങ്ങനെ ഓൺലൈനിൽ ഡേറ്റ് ചെയ്ത് പറ്റിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ഇര ഋതു ആണെന്നും എനിക്ക് മനസ്സിലായി. ഇനി ഒരു പെണ്ണും കൂടെ ഇങ്ങനെ ചതിക്കപ്പെടരുതെന്ന് കരുതി ഞാൻ ഇവൻ്റെ പ്രൊഫൈലിൽ കയറി അവളുടെ പ്രൊഫൈൽ എടുത്തു. അതിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഇവൻ അവളെ കാണരുത്, അത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ കേസ് കൊടുത്തപ്പോൾ ഞാൻ പാനിക്കായി. അപ്പം തന്നെ ഞാൻ ഇവനെ വിളിച്ചു, പക്ഷെ ഇവൻ ഫോൺ എടുത്തില്ല. സോറി വലിയച്ച, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. നീ എന്തിനാ സോറി പറയുന്നത്? നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെ. എന്തിനാണ് നീ ഇങ്ങനെ കള്ളം പറയണേ? അച്ഛാ, ഇവിടെ പറയണൊന്നും വിശ്വസിക്കല്ലേ, എല്ലാം കള്ളമാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ്റെ ആ ഫോൺ മേടിച്ചൊന്ന് നോക്കാം. നമുക്കിപ്പോൾ അനക്ക് പറയുന്ന കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ. നീ ആ ഫോണിങ്ങ് തന്നെ ഞങ്ങളൊന്ന് നോക്കട്ടെ. മക്കളെ, നീ ആ ഫോൺ എടുത്ത് മാഡത്തിനൊന്ന് കാണിച്ചോടും, വിശ്വാസമാവട്ടെ. എടാ, ഈ ഫോൺ എടുത്ത് നീ കൊടുക്കാൻ. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകാനല്ല. സോറി മാഡം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ കുട്ടി ചെയ്ത തെറ്റിന് ഞാൻ ചെറുതായി കാണുകയല്ല. പക്ഷെ ഋതു ഇതൊക്കെ ചെയ്ത് അവളുടെ രൂപത്തിൽ പ്രായത്തിലുള്ള അവളുടെ ഇൻസെക്യൂരിറ്റി കാരണമാണ്. പക്ഷെ നിങ്ങളുടെ മകൻ അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. മാം, ഋതുവും പാരൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിക്കണ്ട,
ആ കുട്ടിക്ക് അതൊരു ലൈഫ് ടൈം ട്രോമ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്ഥലം ഒന്ന് മാറ്റിയാലോ? ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ സെക്കൻഡ്സ് മതി, പക്ഷെ അവനവൻ്റെ ക്യാരക്ടർ എഡിറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. കുറേ നാൾ കഴിഞ്ഞ് പഠിച്ച് മിടിക്കാതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയി നിന്നതിന് ശേഷം ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മീറ്റ് ദ പേഴ്സൺ, നോട്ട് ദി പ്രൊഫൈൽ.